IMUCT ഈ വർഷം ക്ലിയർ ചെയ്തു, എന്നാൽ സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. അപ്പോൾ ഈ IMUCT റാങ്ക് എനിക്ക് എത്ര നാൾ വരെ ഉപയോഗിക്കാൻ സാധിക്കും? ഈ 2026 IMUCT നിങ്ങൾ ക്ലിയർ ചെയ്തെന്ന് വെച്ചോ. ഇൻ കേസ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല, ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഇന്ന് വരെ വാലിഡ് ആയിരിക്കും. അത് ഏകദേശം 1 വർഷമാണ് അതിന്റെ അപ്രോക്സിമേറ്റ് വാലിഡിറ്റി. ഇനി ഈ വർഷം നിങ്ങൾ IMUCT ക്ലിയർ ചെയ്തില്ല, എന്നാൽ സ്പോൺസർഷിപ്പ് എക്സാംസിന്റെ കുറച്ച് എക്സാമും ഇന്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്ത് നിൽക്കുവാണ്, IMUCT ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കിട്ടിയ സ്പോൺസർഷിപ്പും വേസ്റ്റ് ആണ്, അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് IMUCT ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് പ്രയോറിറ്റി ആണ് സ്പോൺസർഷിപ്പ് കമ്പനീസിന്റെ ഇന്റർവ്യൂവും എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്ത് അത് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളത്. അതിന്റെ കാരണം, മെയിൻ റീസൺ എന്ന് പറയുന്നത് IMUCTയുടെ റാങ്ക് വാലിഡിറ്റി 1 വർഷമാണ്. അതുപോലെ തന്നെ അത് വർഷത്തിൽ ഒരിക്കലാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്പോൺസർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം അത് 2 വട്ടം, ഒരു വർഷത്തിൽ 2 വട്ടമാണ് സ്പോൺസർഷിപ്പ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ.